ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ലക്സ് ലോഫ്റ്റ്. അപ്പോൾ ദേ ഇന്നൊരു ഔട്ട്ഫിറ്റിൻ്റെ വീഡിയോ ആയിട്ട് എനിക്ക് വന്നിട്ടുള്ളത് കസ്റ്റമൈസേഷനാണ്. ഇത് ഞാൻ കസ്റ്റം ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. നമ്മൾ വേറെ ഉള്ളവർക്ക് മാത്രം കസ്റ്റം ചെയ്താൽ പോരല്ലോ, നമുക്കും കൂടെ ചെയ്യണമല്ലോ. അപ്പോൾ ദേ ഇതൊരു നമ്മുടെ വെൽവെറ്റിൻ്റെ ഒരു ചുരിദാറാണ് നമ്മൾ ചെയ്യുന്നത്. വെൽവെറ്റ് നല്ല ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒന്നാണല്ലോ. നമ്മളിതിൽ ഫ്ലവർ കാര്യങ്ങൾ എല്ലാം ഫ്രീ ഹാൻഡായിട്ട് തന്നെയാണ് കേട്ടോ വരച്ച വീഡിയോ ഒക്കെ എടുത്തിരുന്നു. അതൊക്കെ എൻ്റെ അടുത്ത് മിസ്സായി പോയെന്ന് തോന്നുന്നു. പിന്നെ സംഭവം ഇത് ചെയ്തിട്ട് കുറച്ച് ദിവസമായി വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. ഓരോ തിരക്ക് കൂടിയും അതിൻ്റെ കൂടെ ചെറിയ ആളുണ്ട്, ആൾക്ക് വയ്യാതാവുകയും അങ്ങനെയൊക്കെ ഓരോന്ന് ആയപ്പോൾ നമ്മൾ കുറച്ച് ഡിലേ ആയി പോയതാണ്. ഒരുപാട് നമ്മളിത് മുന്നേ ഇടണമെന്ന് വിചാരിച്ചിട്ട് കുറേ ലേറ്റായി പോയതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വരച്ചിട്ടാട്ടോ ചെയ്യുന്നത്. പക്ഷേ കുറേ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം റിംഗ് ലൈറ്റിൽ റിംഗ് ലൈറ്റിൽ ഫോണും ഇതുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് അപ്പം അത് റിംഗ് ലൈറ്റ് വേണം. റിംഗ് ലൈറ്റിന് ഇങ്ങനെ നെക്കിക്കൊണ്ടിരിക്കണം, പല കളേഴ്സ് വരും, അത് ആൾക്ക് കാണണം, അങ്ങനത്തെ ഒക്കെ അതുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അധികം എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ആൾ ഉറങ്ങുന്ന ടൈമിലും ആളെ അല്ലെങ്കിൽ തറവാട്ട് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ടും ഒക്കെ ആയിരുന്നു നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തിരുന്നത്. ഇത് നമ്മൾ റെഫറൻസ് എടുത്തു എന്ന് ചോദിച്ചാൽ എടുത്തു എന്ന് പറയും. ഇതൊരു മോഡലിൽ നമ്മൾ റെഫറൻസ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിലുള്ള ഡിസൈന് നമ്മളേതായിട്ടുള്ള സ്വയം മൈൻഡിലുള്ള ഡിസൈനാണ്. ഇത് ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ആ ഒരു ടൈമിൽ ഞാൻ തന്നെ ആയിട്ട് എനിക്ക് തോന്നിയിട്ട് അങ്ങനെ ചെയ്തൊരു ഡിസൈനാണ് കേട്ടോ. നമ്മൾ കളർ ഒക്കെ ചൂസ് ചെയ്ത്, സത്യം പറഞ്ഞാൽ ഞാനിതിലേക്ക് കളറ് ഗോൾഡൻ ഞാൻ ചൂസ് ചെയ്തിരുന്നു. പക്ഷെ ഇതിൽ വേറെ ചൂസ് ചെയ്തിരുന്ന ഒരു പീക്കോക്ക് മിക്സ്ഡ് കളറുണ്ട്, ഒരു ഗ്ലേസിങ്ങുള്ള. ഇത് ഞാൻ ചൂസ് ചെയ്ത് ഷോപ്പിൽ പോയപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഓക്കെ കൊടുക്കാം, ഇത് കൊടുത്താൽ സൂപ്പറായിരിക്കും എന്ന് തോന്നി അങ്ങനെ ചൂസ് ചെയ്തൊരു കളറാണ് കേട്ടോ അത്. അങ്ങനെ നമ്മൾ അതിലൊക്കെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹാൻഡ് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷമ ഉള്ളൊരു ഐറ്റമാണ് കേട്ടോ. കാരണം നന്നായിട്ട് ടൈം എടുക്കും. ഇതിൽ നിങ്ങൾക്ക് തോന്നുമ്പോൾ പെട്ടെന്ന് ചെയ്യാലോ എന്നൊക്കെ ചോദിക്കും, പക്ഷെ ഭയങ്കരമായിട്ട് ടൈം എടുക്കും. നമ്മൾ ആരി വർക്ക് ചെയ്യുകയാണെങ്കിലും ഒക്കെ നല്ല ടൈം എടുക്കും. ആരി വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ട് ഓരോന്നും എടുത്തിട്ടും അപ്പുറത്ത് കൂടെ വീട് കൂടെ കോർത്തിട്ടും അങ്ങനെ ഭയങ്കരമായിട്ട് ടൈം എടുത്താണ് ഒരു വീഡിയോ ചെയ്യുന്നത്. ചില നമുക്ക് കസ്റ്റമർ ഓർഡർ തരുമ്പോൾ എന്താ ഇത്ര റേറ്റ് വരുന്നതെന്ന് ചോദിക്കും. കാരണം ഇത് നമ്മൾ കൈകൊണ്ട് തുന്നിപ്പിടിപ്പിച്ച് നല്ല പണിയുണ്ട് കേട്ടോ ഇത് ചെയ്യാൻ. നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നൊരു ഇതല്ല. കാരണം അത് ഓരോ അളവും സൈസും എല്ലാം കറക്റ്റാണോ ചെയ്യുന്നത്, നീറ്റാണോ എല്ലാം നോക്കിയിട്ട് വേണം നമുക്കിത് ചെയ്യാൻ. പക്ഷെ നമ്മളടുത്ത് അത്രയും ചിലപ്പോൾ ഭയങ്കര റേറ്റ് കുറവായിരിക്കും. കാരണം നല്ല അതായത് ഫേമസ് ഡിസൈനേഴ്സും ഇതും ഒക്കെ അവർ വാങ്ങുന്ന റേറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ലോ റേറ്റ് ആയിരിക്കും അവരുടെ അടുത്ത് പറയുന്നത്. എങ്കിലും ചോദിക്കും കുറച്ച് തരും. പക്ഷെ നമ്മൾ ഈ സ്റ്റോൺ സ്റ്റോണിന് റേറ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല റേറ്റിലുള്ളതാണ് കേട്ടോ. സ്റ്റോൺ ആയിക്കോട്ടെ, ത്രെഡ് ആയിക്കോട്ടെ. ത്രെഡ് കൊണ്ടൊക്കെ ഒരു വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വർക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് ത്രെഡ് വേണം. അപ്പോൾ ആങ്കറിൻ്റെ നൂലൊക്കെ പറഞ്ഞപ്പോൾ ആങ്കറിൻ്റെ നൂലിനൊക്കെ റേറ്റ് കൂടി അങ്ങനെ ഓരോ ഇതുണ്ട്. അത്യാവശ്യം നല്ല റേറ്റ് നമ്മൾ സാധനങ്ങൾക്കൊക്കെ വരും. മെറ്റീരിയലായിക്കോട്ടെ, മെറ്റീരിയലൊക്കെ നമ്മൾ ഹൈ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് ചൂസ് ചെയ്യുക. നമ്മൾ കസ്റ്റമർക്ക് വീഡിയോ വിളിച്ചിട്ടും അല്ലെങ്കിൽ കസ്റ്റമർക്ക് ഫോട്ടോ അയച്ചിട്ടും കസ്റ്റമർ ചിലപ്പോൾ വീഡിയോ കാണണമെന്ന് പറയും. അങ്ങനെ വീഡിയോ കണ്ടിട്ടും അവർക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലാണ് ചൂസ് ചെയ്യൽ കേട്ടോ. ചില കസ്റ്റമർ പറയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്തോളൂ എന്ന് പറയും. ചിലർ പറയും നിങ്ങൾ ഫോട്ടോ അയച്ചു തരും, ഞങ്ങൾ സെലക്ട് ചെയ്തോളാം എന്ന് പറയും. അങ്ങനെ ചില ഡിസൈനൊക്കെ അവർ സെലക്ട് ചെയ്യും. കളറ് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് കേട്ടോ സെലക്ട് ചെയ്യൽ. ഡിസൈന് അവർ സെലക്ട് ചെയ്തിട്ടാണ് ചെയ്യാറ്. ചിലർ നമ്മളെ കസ്റ്റമർ പറയും നിങ്ങൾ എടുത്തോളൂ കൺഫേം ആണെന്നൊക്കെ പറയും. നമ്മൾ ഷോപ്പിൽ പോകുമ്പോൾ അവർക്ക് കുറേ ഫോട്ടോ അയച്ചു കൊടുക്കും, വീഡിയോസ് കുറേ വിളിച്ചു കൊടുക്കും. ലാസ്റ്റ് അവർ പറയും ഭയങ്കര റേറ്റ് കൂടുതലായിട്ട്, ഞങ്ങൾ പിന്നെ വിളിക്കാം, പിന്നെ ചെയ്യാമെന്നൊക്കെ പറയും. അങ്ങനെ 2-3 മടങ്ങിപ്പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മൾ സ്റ്റാർട്ടേഴ്സാണ്, നമുക്ക് നല്ല സ്ട്രഗിൾ ഉണ്ടാവും. ഈ ഒരു ഫീൽഡിൽ ഒരുപാട് പേരുള്ളതാണ് ഈ ഒരു ഫീൽഡിൽ. അപ്പോൾ നമുക്ക് പിടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പലവരുടെയും അവഗണനയും കളിയാക്കലും നീ വലിയ സെലിബ്രിറ്റി ആയോ അല്ലെങ്കിൽ നീ വലിയ ഇഷ്ടംപോലെ ക്യാഷ് ഉണ്ടാവില്ല, ഇനിയിപ്പോൾ നമ്മൾ ആക്കണ്ടല്ലോ നിങ്ങളങ്ങനെ നമ്മൾ പറയില്ലവരും പുച്ഛിക്കുന്നവരും കളിയാക്കുന്നവരൊക്കെ ഉണ്ടാവും. നമ്മൾ അതൊന്നും മൈൻഡ് ആക്കണ്ട കേട്ടോ. നമ്മളുടെ പാഷൻ എന്താണോ, നമ്മുടെ ഇഷ്ടം എന്താണോ അതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവാം.
നമ്മളെ വരുമാനത്തിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിൽ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഒന്ന് വേറെ തന്നെയാണ് അല്ലേ. അപ്പോൾ തന്നെ നമ്മുടെ ഔട്ട്ഫിറ്റിൻ്റെ ഇതൊക്കെ കണ്ടോ എങ്ങനെയുണ്ട്, നല്ല ഭംഗിയാട്ടോ. ഇതിൽ ഈ ഒരു പീക്കോക്ക് ബ്ലൂവിൽ ഈ ഗോൾഡനും അതുപോലെ കളറൊക്കെ ഞാൻ എൻ്റെ ഏട്ടൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ തലേന്നാട്ടോ ചെയ്യുന്നത്. രാത്രി 1 മണിക്കൊക്കെ 2 മണിക്കൊക്കെ ഇരുന്നിട്ടാണ് ഞാൻ ഈ വർക്ക് എത്രയും പെട്ടെന്ന് ഫിനിഷ് ആക്കണമെന്നുള്ളത്. കംപ്ലീറ്റ് വീഡിയോ അതാണ്. അപ്പോൾ വേണ്ടവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. അതേപോലെ നമ്മളെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.